എല്ലാവരും നോക്കടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനേക. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ചാലഞ്ചിങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. പാർട്ട് 2 ആണ് ഞങ്ങളുടെ. അപ്പം മനസ്സറിയും ചാലഞ്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിക്കും. അപ്പോൾ ഇവർ എല്ലാതും എങ്ങനെയാണ് ഇവർ ആൻസർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ആരുടെയൊക്കെ പേരാണ് ഇവർ ആൻസർ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത്രമാത്രം അറിയാം, അത്രമാത്രം പൊരുത്തമുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇതിലാരാണ് ഏറ്റവും കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര സൈലൻ്റായിട്ട് മെച്ചോർഡൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരാൾ? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, ടിക് ടിക് 5, ടിക് 8. ഓക്കെ, എല്ലാവരും എഴുതി. എല്ലാവരും പറഞ്ഞോളൂ, ആൻസർ പറഞ്ഞോളൂ. അഞ്ചുട്ടിയുടെ പേര് എഴുതി. ഇവരൊക്കെ അയനയുടെ പേര് എഴുതി കേട്ടോ. എന്നാലും 2 പേര് അയനയുടെ പേരാണ് എഴുതിയത്. അപ്പൊ അയനയാണ് അതിന്റെ അർത്ഥം. അവളാണ് കുറച്ച് കാമൻ പോയിട്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആവുന്ന ആള്? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ അഞ്ചുട്ടി പറഞ്ഞത് ശ്രീകുട്ടീനെയാണ്, ശ്രീകുട്ടി പറഞ്ഞത് അയനേനെയാണ്. അപ്പൊ അയനെ പറഞ്ഞ അയനെ തന്നെയാണ്. അപ്പൊ ജയിച്ചത് ഇവർ 2 പേരുമാണ്. ഓക്കെ, അഞ്ചുട്ടിക്ക് ചെറുതായിട്ടൊന്ന് പഴച്ചു പോയി. പനിഷ്മെന്റ് ഒന്നുമില്ല. നെക്സ്റ്റ്, പഠിത്തം കുറച്ച് കൂടുതലുള്ളത്, അതായത് കുറച്ച് ഓവറായിട്ട് കാട്ടിക്കൂട്ടി പഠിക്കണത്, പഠിപ്പിസ്റ്റ് ലെവൽ അങ്ങനത്തെ ഒരു കാട്ടിക്കൂട്ടി. ടിക് ടിക് 3 എഴുതിയാ? പറഞ്ഞോളൂ. രണ്ടാളുടെ എഴുതരുത്, പൊട്ടത്തിയ ഒരാളുടെ എഴുതരുത്. ഫസ്റ്റത്തെ എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ അയനയുടെ എടുത്തുട്ടോ. അവൾ അയനെന്നെ എഴുതി. അപ്പൊ നിങ്ങൾ 2 അനാമിക എഴുതിട്ടോ. അപ്പൊ ഇവിടെ അഞ്ചുട്ടിക്കൊന്ന് പഴച്ചു ചെറുതായിട്ട്. അപ്പൊ ഇവർ 2 പേരും അനാമികയാണ് പഠിപ്പിസ്റ്റിന്റെ കാട്ടിക്കൂട്ടിൽ പട്ടിഷുള്ളത്. അതിന്റെ അർത്ഥം അതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബോയ്സിനോട് കുറച്ച് കൂടുതൽ കമ്പനി ഉള്ളത് ആരാണ്? ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3. എഴുതി പറയണേ. പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ അഞ്ചുട്ടി ഒന്ന് ബോയ്സിനോട് 5 എഴുതി ശ്രീകുട്ടർ വരാം. അപ്പൊ ശ്രീകുട്ടി പകുതി ബോയ്സിന്റെ പിന്നാലെ തന്നെയാണ് എൻ്റെ അർത്ഥം. എല്ലാവരും കേട്ടോളി, അമ്മ അച്ഛനൊക്കെ കേട്ടോളി. ശ്രീകുട്ടി പിന്നാലെയാണ് ബോയ്സിന്റെ. 5 കാമൻ പോയിട്ടുമാണ് ബോയ്സിന്റെ പിന്നാലെ നടക്കുന്നതാണ്. ഇനി കോളേജിക്ക് ലേറ്റ് ആയിട്ട് എത്തണ ആള്. കോളേജിക്ക് ലേറ്റ് ആയിട്ട് എത്തണ ആള്? ടിക് ടിക് 1, എഴുതിയാ? അഞ്ചുട്ടി എഴുതിയാ? പറഞ്ഞോളൂ. അപ്പൊ 2 പേര് അഞ്ചുട്ടീനെ തന്നെ എഴുതി. അതിന്റെ അഞ്ചുട്ടിയാണ് ലേറ്റായിട്ട് വരുന്നതാണ്. ഇയാളുടെ പേരാണ് എഴുതി. ഓക്കെ, നെക്സ്റ്റ്, ടെൻഷൻ കൂടുതലുള്ള ആള്, ഓവറായിട്ട് ടെൻഷൻ കാട്ടിക്കൂട്ടുക, ആ സംഭവമുള്ള ആള് എഴുതി. ടിക് ടിക് 1, ടിക്. പറഞ്ഞോളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവള് ഭയങ്കര ടെൻഷൻ കാട്ടിക്കൂട്ടലാണ്. നെക്സ്റ്റ്, ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും ഉറക്കാൻ വരുന്നത്. ടിക് ടിക് 1, ടിക് ടിക് 2. പറഞ്ഞോളൂ. ഈ അറിയതി. അപ്പൊ അഞ്ചുട്ടിക്കാണ് എപ്പോഴും ഉറക്കം വരുന്നത് കേട്ടോ. ഇനി ഫോൺ അഡിക്റ്റ്, അതായത് എപ്പോഴും ഫോൺ കയ്യിൽ വേണം. ടിക് ടിക് 1, ടിക് ടിക് 3. എഴുതിയോ? പറഞ്ഞോളൂ. ഇവളാണ് കേട്ടോ ഇവിടുത്തെ അലമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കോളേജ് വിട്ട് കഴിഞ്ഞാലേ വേഗം വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുള്ള ഒരാള്? ടിക് ടിക് 1, ടിക് ടിക് 3. പരീക്ഷ എഴുതണ പോലെയൊക്കെ എഴുതണത് ഗൈസ്, പക്ഷെ ഫുള്ള് കോപ്പിയടിയാണ്. ശ്രീകുട്ടി പ്രത്യേകിച്ച് കോപ്പിയടിയാണ്. പറഞ്ഞോളൂ.
5 4:10 ഒരു ബസ് ഉണ്ട്. വീട്ടിൽ വിളിക്കും. ആ ബസ് പിന്നെ ലേറ്റ് ആവാൻ പാടില്ല. നല്ല കുട്ടിയാണ് ഗൈസ്, നല്ല കുട്ടിയാണ്. ബോയ്സിന്റെ പിന്നാലെ നടക്കുന്ന കാമൻ കോയിട്ട് ആയിട്ടുള്ള ഉറക്കത്തൂങ്ങി ആയിട്ടുള്ള ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ള നേരത്തെ പോണ കുട്ടിയാണ്. ഇനി ക്ലാസ് എടുക്കുമ്പോ പെട്ടെന്ന് മനസ്സിലാവണതാ ആർക്കാ? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ മനസ്സിലായി. ആരുമില്ലാന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതിക്കോ. ക്ലാസ് എടുക്കുമ്പോ മനസ്സിലാവുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവർക്കെല്ലാം അറിയുള്ളൂ. പെട്ടെന്ന് മനസ്സിലാവണം കേട്ടോ. ചിലവർക്ക് അപ്പത്തന്നെ എടുക്കുമ്പോൾ മനസ്സിലാവും, ചിലവർക്ക് ബുക്ക് വായിച്ചു കഴിഞ്ഞാലും മനസ്സിലാവും. ആർക്കാ പെട്ടെന്ന് മനസ്സിലാവുക? ക്ലാസ്സിൽ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ വിശക്കണ ആള്, വിശപ്പോട് വിശപ്പ് പറയണ ആള്, വിശക്കുണ്ടേ പറയണ ആള്, ടിക് ടിക് വൺ എപ്പോഴും വിശപ്പ് വരുന്ന ആള്. ഈ പെണ്ണുങ്ങൾ കഴിഞ്ഞാൽ പറയില്ല. ഞാൻ അങ്ങനെ ടിക് 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 പൊട്ടക്കോളെ പോലെ ഇടുന്ന. പറഞ്ഞോളൂ. അഞ്ചുട്ടിക്കാ കണക്കാ? അപ്പൊ ഇപ്പൊ 2 പേര് ശ്രീകുട്ടിയുടെ പേര് എഴുതിയത്, ഇവളെ അഞ്ചുട്ടിയുടെ പേരാണ് എഴുതിയത് കേട്ടോ. അപ്പൊ മെച്ചോറിറ്റി നോക്കുമ്പോൾ ശ്രീകുട്ടികൾക്കാണ് വിശപ്പുള്ളത്. ഇത്ര ഞങ്ങൾ കാണില്ല, ഒരു സാധനം ഇവിടെ തിന്നില്ല പടാന്നാല് ഒക്കെ നോക്കിയിട്ട് അയവർക്കിയിട്ട് അവിടെ വെക്കും. ഇനി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നല്ല മെച്ചോർഡായിട്ട് നോക്കണ ആള്. ടിക് ടിക് വൺ മറ്റുള്ള കേട്ടിട്ടില്ല തോന്നുന്നു. ടിക് ടിക് 2 എഴുതിയാ? പറഞ്ഞോളൂ. ഇന്ന് ബോധം കെടുത്തല്ലേ മോളെ. ശ്രീകുട്ടിയുടെ അനാമികളുടെ പേരൊന്നും പറഞ്ഞ ബോധം കെടുത്തല്ലോ. ഇന്ന് അച്ഛൻ തല്ലിക്കൊല്ലും, അച്ഛൻ തല്ലിക്കൊല്ലും എന്നെ. വീട്ടിലത്തെ കാര്യം അമ്മ വരെ വന്നു കേട്ടിട്ട്. ഈ ഏതാ എഴുതി പറ? ഇവള് ഈ അവളുടെ ഈ അവന്റെ പേര്. അപ്പൊ അയനയുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അയനാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള കുട്ടി. ഓക്കെ, ഇനി ആക്രികൾ സൂക്ഷിക്കുന്ന ആള്. ടിക് ടിക് വൺ, അതായത് പഴയ സാധനങ്ങളും കണ്ട വേണ്ടാത്ത സാധനങ്ങളൊക്കെ ആ ഉർവശി കടിഞ്ഞു കല്യാണത്തിൽ എടുത്തേക്കണ പോലെ അങ്ങനത്തെ കേട്ടോ. ഏതെടുത്താലും ഇരിക്കണം ഇങ്ങനെ കൈ ചൊറിക്കും. ടിക് ടിക് വൺ. ടിക് ടിക് 2 വേണോ? പറഞ്ഞോ. ഇനി ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ആള് ഓക്കെ. ഇവള് മേലെ, ഞാൻ ഏറ്റവും ഇജ്ജ് പാതാളത്തില്. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ചെറിയൊരു ചാലഞ്ചിങ് വീഡിയോ ഒന്ന് തട്ടിക്കുട്ടിയതാണ് ഇവർ വന്നപ്പം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗൈസ്. ബൈ.